ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഹലോ മമ്മി എന്ന സിനിമയാണ് കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മലയാളത്തിൽ വല്ലപ്പോഴും ഒക്കെ വന്നു പോകുന്ന ഒരു ജോണറാണ് ഈ ഹൊറർ കോമഡി എന്ന് പറയുന്നൊരു സംഭവം. ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ ഭയങ്കര സിമ്പിളാണ്. ബട്ട് ഇത് ഒന്ന് സെറ്റാക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടുള്ളൊരു സാധനമാണ്. പ്രത്യേകിച്ച് എഴുത്തിൽ ഇത് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഈ മൂവി ടോട്ടൽ അട്ടപ്പടലം പാളം എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു കാറ്റഗറി പെട്ടൊരു സാധനമാണ്. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിലറിൽ ടീസറിൽ എന്ത് കണ്ടോ ആ സാധനത്തിന് നല്ല വൃത്തിയാവണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവി. അതായത് ഒരു വ്യക്തിയുടെ വിവാഹം നടക്കുന്നു. ആ വിവാഹം നടക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ ആ ഒരു കണ്ടീഷനിൽ അവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടെന്നും ആ സാന്നിധ്യം എന്താണെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് സിനിമയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് ഐശ്വര്യലക്ഷ്മി പറയുന്ന ഒരു ഡയലോഗിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ റൈറ്റിംഗ് സാൻജോ ജോസഫ്, ഫാലിമിയുടെ ഒക്കെ റൈറ്റർ എന്നാണ് IMDb കാണിക്കുന്നത്. എനിവേ അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൊറർ എലമെൻറ്റ്സ് കൊണ്ടുവരണം, എന്നാൽ അത് ടോട്ടലി ഒരു ഹൊറർ ആവാനും പാടില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി വർക്കൗട്ട് ആവുകയും വേണം. ഇത് ഒരു ഫാമിലിക്കുള്ളിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സോ അത്തരം കാര്യങ്ങളെ വളരെ നൈസായിട്ട് അദ്ദേഹം എഴുതി ഫലിപ്പിച്ചിട്ടുണ്ട്. കോമഡികൾ അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഏരിയകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ വൈശാഖ് എലൻസ്, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ്. ഈ ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഒരു തുടക്ക സിനിമ എന്ന് പറയുന്നത് പരീക്ഷണ സിനിമകളിലൂടെ ഇൻഡസ്ട്രിയിൽ വരവറിയിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സ്വീകാര്യതയാണ്, എസ്പെഷ്യലി നമ്മളെ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന്. സോ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു എഫേർട്ടിനെ ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ച പ്രൊഡ്യൂസേഴ്സിനും ഒരു കയ്യടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു തുടക്കക്കാരൻ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ അതും ഒരു പരീക്ഷണ ചിത്രം എന്നുള്ള ലേബലിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട് കടമ്പകൾ കിടക്കണം. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം തരണം ചെയ്ത് ഒരു സിനിമയാക്കിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊരു പ്രത്യേക സ്നേഹം. എനിവേ ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, ജോണി ആന്റണി, ഗംഗ മീര, ജഗദീഷ്, ജോമോൻ ജ്യോതിർ, അദ്രിജോ, അജു വർഗീസ്, സണ്ണി ഹിന്ദുജ, ഹിന്ദു പണിക്കർ, അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റുള്ള ഒരു മൂവി തന്നെയാണ്. ഇനി സ്റ്റോറി ലൈൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതിനകത്ത് ഇങ്ങനെ ആ ടീസറിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഏരിയ അതിനെ കറക്റ്റായിട്ട് ഈ പേടിപ്പിക്കാതെ, എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ട് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് അതിനൊരു ഫണ്ണി ഏരിയയിലൂടെ ആ ഒരു ഡയമെൻഷനിലൂടെ കാണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. സോ ഇവിടെയുള്ള പൂർണ്ണമായിട്ടും ആ ഒരു കഥാപാത്രത്തിനെ നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഇല്ലാതിരിക്കുന്നിടത്ത് നമ്മൾ അങ്ങനെ ഒരാളുണ്ടെന്ന് സങ്കല്പിക്കുകയും ആ ക്യാരക്ടറിലൂടെ നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും എന്നാൽ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന കുറേ വിഷയങ്ങളും അതുപോലെ തന്നെ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെയും കൂടെ ഗംഭീരമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ടോട്ടലി ഒരു യഥാർത്ഥ കഥാപാത്രം ഉണ്ടെങ്കിൽ ആ ഒരു യഥാർത്ഥ കഥാപാത്രത്തിന് കൊടുക്കുന്ന പ്ലേസ്മെൻറ്റ്സിനെ മറ്റൊരു തരത്തിലേക്ക് വേറൊരു ഡയമെൻഷനിൽ നിന്നുകൊണ്ട് അതിനെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. സോ ഇവിടെ അങ്ങനെ ഒരു മമ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അവിടെ പ്ലേസ് ചെയ്യുന്നിടത്ത് തന്നെ ഈ സിനിമയുടെ ടോട്ടൽ ജാതകം മാറുകയാണ്. പിന്നീട് അങ്ങോട്ടൊരു ഫൺ റൈഡിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. ഫസ്റ്റ് ഹാഫ് ആക്ച്വലി നൈസായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി എനിക്ക് തോന്നുന്നു കൽക്കി, അങ്ങനെയാണ് പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയുള്ളത്. പ്രവീൺ കുമാർ കൽക്കിയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ വിഷ്വലൈസ് ഒക്കെ അടിപൊളിയാണ്, നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചമൻ ചാക്കോ ആണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. പുള്ളിക്കാരനും നൈസായിട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റോറി ലൈനിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് മറ്റൊരാൾ നമ്മുടെ ലൈഫിൻ്റെ ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു 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 ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളെ സിനിമയിലൂടെ നൈസായിട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ആ സംഭവങ്ങളെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു പ്ലേസിലെത്തുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് സിനിമ മാറ്റുകയാണ്. ഇനി പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷറഫുദ്ദീൻ നൈസ് പെർഫോമൻസ് ആയിരുന്നു. ആ കോമഡീസ് എല്ലാം വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർബായിട്ട് തന്നെ പറയാം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ചില ഇടങ്ങളിൽ പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടറിന് ഒരു സീരിയസ്നെസ് വേണം എന്ന് കണ്ടിട്ട് ആ ഒരു സീരിയസ്നെസ് ഒരു ഡ്രമാറ്റിക് ഫീൽ ഉണ്ടായി എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തതാണോ അതോ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എനിവേ സിനിമയുടെ മൂഡിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോയത് കൊണ്ട് തന്നെ അതൊരു കുഴപ്പമില്ലാത്ത പ്രകടനം എന്ന് മാത്രം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. പിന്നെ എടുത്ത് പറയാനുള്ളത് ഐശ്വര്യലക്ഷ്മി, പുള്ളിക്കാരിയും അത്യാവശ്യം ആ ക്യാരക്ടറിന് എന്താണോ ആവശ്യം, ഒരു അമുൽ ബേബി കുട്ടിയുടെ ഒരു നേച്ചറും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ വളരെ നൈസായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ജഗദീഷ് ഏട്ടൻ അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങേരുടെ ചില ഏരിയാസിലുള്ള കോമഡികൾ വർക്കൗട്ട് ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ചില കേസസ് ആണെങ്കിലും ഒക്കെ നൈസായിട്ട് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഇമോഷണൽ ഏരിയാസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. എസ്പെഷ്യലി ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നൊരു സാധനമൊക്കെ അത്യാവശ്യം നൈസായിരുന്നു കേട്ടോ. ആ അടിപൊളി രസമായിരുന്നു, പ്രത്യേക ഫീൽ കിട്ടും ചില ഇടങ്ങളിലൊക്കെ. ആ കോമഡീസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അതും കിടിലമാണ്. പിന്നെ ജോമോൻ ജ്യോതിർ
പുള്ളിക്കാരൻ വളരെ കുറച്ച് ഏരിയാസേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ് പിന്നീട് അങ്ങോട്ട് പലയിടങ്ങളിലേക്കും പോകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ചെയ്തു വെച്ച സംഭവങ്ങൾക്ക് കിട്ടാതെ പോയി എന്നുള്ളത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ബട്ട് എന്നിരുന്നാലും പുള്ളിക്കാരൻ നല്ലൊരു പെർഫോമറാണ്. പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. അതൊക്കെ വൃത്തിയാവണം വെച്ചിട്ടുണ്ട്. അദ്രിജോ പുള്ളിക്കാരൻ ഈ ഫിലിമിൽ ഒരു ത്രൂ ഔട്ട് റോളുണ്ട്. പുള്ളിക്കാരനും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവർക്ക് ആർക്കും കൂടുതലൊന്നും ചെയ്യാനില്ല. പിന്നെ ജോണി ആൻ്റണി ചേട്ടൻ പുള്ളിക്കാരനും ജോണി ആൻ്റണി ചേട്ടൻ അതുപോലെ തന്നെ ഗംഗ മീര ഇവർക്കൊക്കെ ചെയ്യാനുള്ള ഒരു ഏരിയാസ് ഉണ്ട്. വെറുപ്പിക്കൽ തന്തയാണ് ജോണി ആൻ്റണി ചേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ. ബട്ട് എവിടെയൊക്കെയോ പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടുത്തെ കോമഡി വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ആവാതെ പോയി എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. സണ്ണി ഹിന്ദുജ പുള്ളിക്കാരൻ ഹിന്ദി ആക്ടർ എന്തോ ആണ്. പുള്ളിക്കാരനും ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമ കൊണ്ടുപോകുന്നൊരു കോൺസ്പിറസി ഏരിയാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നൈസാണ്. അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ബിന്ദു പണിക്കരുടെ കഥാപാത്രം വളരെ നൈസാണ്. പുള്ളിക്കാരിക്ക് എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് മറ്റേ നമ്മുടെ സൂത്രധാരനിലെ ആ ഒരു ദേവുമ്മയുടെ ഒക്കെ ഒരു ലുക്ക് ഈ സിനിമയിലും എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് എന്നിരുന്നാലും ഇവിടെ ഒരു കോമഡി ജോണർ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഏരിയയിലൂടെയാണ് ആ ഒരു ക്യാരക്ടറിനെ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും കൂടുതലൊന്നുമില്ല, വളരെ നൈസായിട്ട് ചെറിയൊരു ഏരിയാസ് ഉണ്ട് അവിടെ വരുന്നുണ്ട്. സോ അതൊക്കെ വളരെ വൃത്തിയാവണം പോയി. ടോട്ടലി ഫസ്റ്റ് ഹാഫ് ഒരു കിടിലൻ നല്ലൊരു ഫൺ റൈഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സ്റ്റോറിക്ക് ഒരു സീരിയസ്നെസ് വേണമല്ലോ, അതുകൊണ്ട് തന്നെ കഥ മൊത്തം മാറി മറിയണമല്ലോ എന്നൊക്കെ ഉള്ളത് വെച്ചുകൊണ്ട് പിന്നെയും നമ്മൾ നിന്ന ഏരിയയിൽ തന്നെ കിടന്ന് കറങ്ങി പിന്നെ അങ്ങോട്ട് കഥ മാറുന്നെങ്കിലേ ഉള്ളൂ. ബട്ട് ആ ഒരു കറക്കം സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടുള്ള കുറച്ചൊരു ഏരിയാസ് ഉണ്ട്. ആ ഒരു ഏരിയാസിൽ വന്ന ചെറിയൊരു ലാഗിനപ്പുറത്തേക്ക് സിനിമ അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫാമിലിയും കുട്ടികളും ഒക്കെ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ സിനിമയെ പലയിടങ്ങളിലും ഹൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ആക്കുന്നുണ്ട്. പിന്നെ CGI വർക്ക് അതും നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ടെക്നിക്കലി ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെ വൃത്തിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ഭയങ്കര വലിയ കാര്യമാണ്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. മീൻസ് ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറന്നുയർന്നു വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് നമുക്കതൊരു റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. CG അല്ല, ഇതിങ്ങനെയാണ്, നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടൊരു ഫീൽ വരുമല്ലോ. അതൊക്കെ വൃത്തിയാവണം ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയാസൊക്കെ നൈസായിട്ട് ഫീൽ ചെയ്തു. സോ ടോട്ടലി കൂടുതലൊന്നും പറയാനില്ല. അത്യാവശ്യം നിങ്ങൾ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ളവർക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. എൻ്റെ ബാക്കിലേക്ക് ഇരുന്ന ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്ത് ഞാൻ കണ്ടു. അത് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബാക്കിൽ ഇവരുടെ ആ ഒരു കയ്യടിയും ചിരിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ടോട്ടലി ഒരു വൺ ടൈം വാച്ചബിളിന് പറ്റിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത, എന്നാൽ എവിടെയൊക്കെയോ നമ്മളെ ചിരിപ്പിക്കുന്ന, കുറച്ചിടങ്ങളിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന, ചിലയിടങ്ങളിൽ ചെറുതായിട്ട് ഇമോഷണൽ ആക്കുന്ന ഒരു ചെറിയ സിനിമ. അതിനപ്പുറത്തേക്ക് ഈ സിനിമയിൽ വലിയ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. നമ്മളെവിടേക്കോ കണ്ടു മറന്ന ചില പാറ്റേൺസ് സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വൈശാഖ ലെൻസിൻ്റെ ആ ഒരു മേക്കിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ വർക്കൗട്ടായി എന്ന് തന്നെ പറയണം. കാരണം ചില ഡാർക്ക് ഏരിയാസൊക്കെ കാണിക്കുന്നതും ആ ഏരിയാസിനെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതും അതിൻ്റെ കാസ്റ്റിങ്ങും ഒക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. എനിവേ അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് മൂവി എന്നുള്ള ലെവലിൽ സിനിമ അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ടായി. സോ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. അപ്പോൾ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ചാനൽ വരുന്ന വീഡിയോസും റിവ്യൂസും റോസ്റ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.